മെയ് മാസം 1-ാം തീയതി മുതൽ LPG സിലിണ്ടർ ബുക്കിംഗിൽ പുതിയ നിയന്ത്രണങ്ങൾ വരുന്നു. അപ്പോൾ എല്ലാ LPG സിലിണ്ടർ ഗുണഭോക്താക്കളും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയൊരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക്. നാളെ മുതൽ പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 5ഓളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, സംസ്ഥാനത്ത് മിൽമ പാൽ വില വർദ്ധിപ്പിക്കുന്നതിൽ തീരുമാനമായി. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിക്കുക. പ്രഖ്യാപനം ഉടനുണ്ടാകും. തീരുമാനം നടപ്പിലാവുക മെയ് മാസം 6-ാം തീയതിക്ക് ശേഷമെന്നും ഡയറക്ടർ ബോർഡ് അറിയിച്ചു. ഇന്ന് തന്നെ വില വർധനവ് പ്രാബല്യത്തിൽ വരുത്താത്ത തീരുമാനത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ഭരണസമിതി നേതൃത്വം നൽകുന്ന എറണാകുളം യൂണിയൻ രംഗത്തെത്തിയിട്ടുണ്ട്. പാൽ വില വർദ്ധിപ്പിക്കാൻ ചേർന്ന യോഗത്തിലാണ് ഡയറക്ടർ ബോർഡ് തീരുമാനം വ്യക്തമാക്കിയത്. സംസ്ഥാനത്ത് പാൽ വില കൂടുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. പാലിന് വില കൂട്ടാൻ സർക്കാർ അനുമതി നൽകിയിരുന്നു. ലിറ്ററിന് 4 രൂപ വരെ വർദ്ധിപ്പിക്കുമെന്നായിരുന്നു സൂചന. പാലിന് വില വർദ്ധിപ്പിക്കാൻ മിൽമ സർക്കാർ അനുമതി തേടിയിരുന്നു. 4 രൂപ മുതൽ 6 രൂപ വരെ വില വർദ്ധിപ്പിക്കണമെന്നായിരുന്നു മിൽമയുടെ ശുപാർശ. 6 മാസം മുമ്പാണ് ലിറ്ററിന് 4 മുതൽ 6 രൂപ വരെ വർദ്ധിപ്പിക്കണമെന്ന് ബോർഡ് തീരുമാനമെടുത്തതെന്നും അത് ഉടൻ നടപ്പിലാക്കണമെന്നുമാണ് എറണാകുളം മേഖലാ യൂണിയൻ ഭാരവാഹികളുടെ ആവശ്യം. ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഇപ്പോൾ ചൂട് കനക്കുന്ന ഒരു സമയമാണ്. അതിനാൽ തന്നെ ധാരാളം കുപ്പിവെള്ളം വാങ്ങി ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ ഒരു കുപ്പിവെള്ളത്തിൽ വലിയ അപകടം തന്നെ പതിയിരിപ്പുണ്ട്. അപ്പോൾ തീർച്ചയായും ഇതിനെക്കുറിച്ച് പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കണം. ചുട്ടുപൊള്ളുന്ന വെയിലത്ത് കടയിൽ നിന്ന് കുപ്പിവെള്ളം വാങ്ങി കുടിക്കുക സ്വാഭാവികമാണ്. കടകളിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കിട്ടുന്ന കുപ്പിവെള്ളം ചൂടിനൊരു താൽക്കാലിക ആശ്വാസം നൽകിയാലും പിന്നീട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. അതായത് ഈ ഒരു കുപ്പിവെള്ളം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതിന് മുൻപ് വെയിൽ കൊള്ളുന്ന രീതിയിൽ സൂക്ഷിക്കുന്നതും അടച്ച വാഹനത്തിലല്ലാതെ കടകളിലേക്ക് വിതരണത്തിനെത്തിക്കുന്നതും ഇവയുടെ ഗുണനിലവാരം ഇല്ലാതാക്കും. സൂര്യപ്രകാശം കടകളിലേക്ക് നേരിട്ട് ഏൽക്കരുതെന്ന് അവയുടെ ലേബലിൽ വ്യക്തമായ സൂചന നൽകിയിട്ടുണ്ട്. ദീർഘനേരം വെയിലേറ്റാൽ കടുത്ത ചൂട് പാനീയങ്ങളിലെ പ്രിസർവേറ്റീവുകളുടെ ഗുണം കുറയ്ക്കുകയും രാസപരമായ മാറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. കുപ്പിയുടെ പ്ലാസ്റ്റിക്കിന്റെ ഘടനയെ തന്നെ മാറ്റി പാനീയത്തിലൂടെ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ ശരീരത്തിലെത്താനുള്ള സ്രോതസ്സുകളിലൊന്നായും ഇത് മാറും. ഫ്രൂട്ട് ജ്യൂസ് കുപ്പികൾക്ക് നേരിട്ട് ചൂടേൽക്കുമ്പോൾ പാനീയത്തിലെ ഘടകങ്ങൾ ഓക്സിജനുമായി പ്രതിപ്രവർത്തിക്കുകയും, അതായത് ഓക്സിജൻ റിയാക്ഷൻ എന്ന് പറയും. ഇത് പാനീയത്തിന്റെ നിറം, രുചി, പോഷകമൂല്യം, രാസഘടന എന്നിവയ്ക്ക് മാറ്റമുണ്ടാക്കുകയും ചെയ്യും. പോളിയെത്തിലിൻ, ടെറസ്താഫിലിൻ, അതായത് പെറ്റ് എന്ന് പറയും, ബിസ്ഫെനോൾ എന്നീ സിന്തറ്റിക് രാസവസ്തുക്കൾ ഉപയോഗിച്ചാണ് ശീതള പാനീയങ്ങൾക്കുള്ള പ്ലാസ്റ്റിക് കുപ്പികൾ നിർമ്മിക്കുന്നത്. വെയിലേൽക്കുമ്പോൾ പെറ്റ് കുപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ആന്റിമണി എന്ന രാസപദാർത്ഥവും ബിസ്ഫെനോൾ എന്ന രാസപദാർത്ഥവും വെള്ളത്തിൽ ലയിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഉണ്ടാവാതിരിക്കാനാണ് വെയിലേൽക്കരുതെന്ന് പറയുന്നത്. ഏറെ നേരം വെയിലേറ്റ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാലും സംഭവിച്ച രാസമാറ്റം ഇല്ലാതാവുകയില്ല. അപ്പോൾ തീർച്ചയായും ഇത്തരത്തിലുള്ള കുപ്പിവെള്ളം ഉപയോഗിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പരമാവധി വീടുകളിൽ നിന്ന് കൊണ്ടുപോകുന്ന വെള്ളം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, രാജ്യത്തെ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പാചകവാതക വിതരണത്തിൽ സുതാര്യത ഉറപ്പാക്കുന്നതിനും കരിഞ്ചന്തയിലെ വിൽപ്പന തടയുന്നതിനുമായി പുതിയ നിയന്ത്രണങ്ങൾ മെയ് 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നീ കമ്പനികൾ സംയുക്തമായാണ് പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത്. ബുക്കിംഗ് നടപടിക്രമങ്ങളിൽ വരുന്ന പുതിയ മാറ്റങ്ങൾ ഇപ്രകാരമാണ്. 2 സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിനിടയിലുള്ള സമയപരിധി പുതിയ നിയമമനുസരിച്ച് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നഗരപ്രദേശങ്ങളിൽ ഇനി 25 ദിവസത്തിന് ശേഷമേ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാൻ സാധിക്കൂ. നേരത്തെ ഇത് 21 ദിവസമായിരുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ ഈ ഇടവേള 45 ദിവസമായി ഉയർത്തി. സിലിണ്ടർ വിതരണത്തിൽ ഇനി മുതൽ ഡെലിവറി ഓതന്റിഫിക്കേഷൻ കോഡ് നിർബന്ധമാക്കി. ബുക്ക് ചെയ്യുമ്പോൾ ഉപഭോക്താവിന്റെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP ലഭിക്കും. ഈ കോഡ് നൽകിയാൽ മാത്രമേ സിലിണ്ടർ കൈപ്പറ്റാൻ സാധിക്കൂ. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്ക് ആധാർ അധിഷ്ഠിത ബയോമെട്രിക് ഓതന്റിക്കേഷൻ സർക്കാർ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇതുവരെ KYC നടപടികൾ പൂർത്തിയാക്കാത്തവർ എത്രയും വേഗം ഇത് പൂർത്തിയാക്കേണ്ടതുമാണ്. രാജ്യാന്തര വിപണിയിലെ അസംസ്കൃത എണ്ണവിലയിലുണ്ടായ വ്യതിയാനം കണക്കിലെടുത്ത് മെയ് 1 മുതൽ സിലിണ്ടർ വിലയിൽ മാറ്റമുണ്ടാകാനും സാധ്യതയുണ്ട്. നിലവിൽ ഗാർഹിക സിലിണ്ടറുകൾക്കും വാണിജ്യ സിലിണ്ടറുകൾക്കും വില വർധനവ് നേരിടുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, ഈ വർഷത്തെ SSLC പരീക്ഷാ ഫലം മെയ് 15-നും
ഹയർ സെക്കൻഡറി ഫലം മെയ് 22-നും പ്രഖ്യാപിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. SLC ഫലപ്രഖ്യാപനം കഴിഞ്ഞാൽ ഉടൻ തന്നെ പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷകൾ സ്വീകരിക്കും. മെയ് അവസാനത്തോടുകൂടി ഇതിന്റെ ഫലം പ്രസിദ്ധീകരിക്കും. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 2ാം വർഷ ഇംപ്രൂവ്മെന്റ് ഫലം മെയ് 8-നും 1ാം വർഷ പരീക്ഷാ ഫലം ജൂൺ 10-നും പ്രഖ്യാപിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. ആകെ 4,17,497 വിദ്യാർത്ഥികളാണ് ഇത്തവണ SLC പരീക്ഷ എഴുതിയത്. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.